അല്ല മക്കളെ, കഴിഞ്ഞ കാലം ഇത് കൂടെ താമരച്ചൊക്കെ ചോദിച്ചു മേടിച്ചു. ഈ തവണ ആ ചേച്ചി എന്നെ വിളിച്ചു നോക്കി. സന്തോഷമായിട്ട് കൊണ്ടുവന്ന് വെച്ചു. പഴുപ്പ് മതിയായിപ്പോയി. കാരണം ഞാൻ ആദ്യക്കുട്ടിനോട് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ വന്നപ്പോഴത്തേനും പഴുത്തു. ഞാൻ ഇന്ന് മുറിച്ചു കേട്ടോ താമരച്ചക്ക. മറ്റുള്ള ചക്കയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇതിന് തന്നെ മുകളെ ഷേപ്പ് മാറ്റമുണ്ട്, ടേസ്റ്റ് മാറ്റമുണ്ട്. ടേസ്റ്റ് ഉണ്ട്, പിന്നെ നിറച്ച് ചുളയുണ്ട്. ഇത് വെറൈറ്റി കളറാ ഉള്ളത്. ഇച്ചിരി ഇത് വെറൈറ്റി കളർ അല്ലമ്മേ. കഴിഞ്ഞ പ്രാവശ്യം മുറിച്ചത് വേറെ കളറാണെന്നല്ലോ. ഇത് ഓറഞ്ച് അല്ലല്ലോ, മഞ്ഞല്ലേ? മഞ്ഞ. പല ടൈപ്പ് താമരച്ചക്ക ആയിരിക്കും അല്ലേ? എന്നെയാണേലും വിളിച്ചു തന്നു, സന്തോഷമായി. ഞാൻ ഓറഞ്ച് മേടിച്ചുകൊണ്ട് വന്നു. ഞാനാണെങ്കിൽ ഇതിൻ്റെ 2 കുരു ഈ പ്രാവശ്യം നട്ടു വയ്ക്കാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മുറിച്ച താമരച്ചക്കയുടെ ഉള്ളിന്റെ നിറം ഓറഞ്ച് ആയിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഓറഞ്ചൊന്നും അല്ലായിരുന്നു, ചെറിയ വ്യത്യാസമില്ലായിരുന്നു ഇതുമായിട്ട്. ഇത് വേറെ നമ്മുടെ നോർമൽ ചക്കയുടെ കളറാ. എന്നാലും നിറച്ച് ചുളയുണ്ട്. ഫുള്ള് ചുളയാട്ടോ. കുഞ്ഞു കുടുംബത്തിൽ പുഴുങ്ങാനുള്ള ഇതുണ്ട്. കുഞ്ഞുമാര് തന്നാൽ ഞാൻ പുഴുങ്ങാൻ കഴിയാത്ത കാരണം വെച്ചു പഴുപ്പിച്ച് തിന്നാലോ നോർത്ത്. പക്ഷേ സാഹചര്യം മോശമായിട്ട് കാണിച്ച് പഴുത്തു. എന്നാലും കുഴപ്പമില്ല, അതിലുണ്ടെന്ന് തോന്നുന്നു. നോക്കിക്കേ, താമരച്ചക്ക അതിലുണ്ട്. ഒത്തിരി പഴുപ്പ് മതിയായില്ല, പക്ഷെ ശകലം അതിലുണ്ട്. വളരെ ടേസ്റ്റ് ഉണ്ട്. മധുരമുണ്ട്. ഇത് പുഴുങ്ങിയാലും നമുക്ക് ഇതിനാണ് പുഴുക്കിനുള്ള ചുളയുണ്ട് ഇതിനകത്ത്. അതിനാണേലും ഇത് ഞാൻ ഇത്തവണ പാകി മുളപ്പിക്കേണ്ടി വരും. എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഒരു പ്ലാവാക്കി എടുക്കാൻ പറ്റുക. ആ ചേച്ചി പറഞ്ഞ 3 വർഷം കൊണ്ട് കാച്ചു. അപ്പോൾ എന്നും ചോദിക്കണം, ശരിയല്ല, നാണക്കേടല്ലേ, കുറേ നട്ടുപിടിപ്പിക്കണ്ടേ. ഉണ്ട്. ഇന്നത്തെ വേദി ഇത്ര മക്കളെ. നല്ല മധുരമുണ്ട്. എന്നാ ശരിയാ, ആയിക്കോട്ടെ മക്കളെ.